ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം എന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വളരെ സപ്പോർട്ടിലേക്ക് വന്നെത്തിയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡിലാണ് നിന്നത്. അപ്പോൾ ബയേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സപ്പോർട്ടിനകത്ത് അത്ര കാര്യമായിട്ടുള്ള ബയേഴ്സ് ഇല്ലായിരുന്നു. സെല്ലേഴ്സിന് ഒരു ചെറിയൊരു ഡോമിനൻസ് ഉണ്ടായിരുന്ന മാർക്കറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിനകത്ത് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അത് IT സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അക്സെഞ്ചറിൻ്റെ റിസൾട്ട്സ് നന്നായിരുന്നു. സോ അതുവഴി നല്ലൊരു നല്ലൊരു സിറ്റുവേഷൻ IT സെക്ടറിലും അതുവഴി നാസ്ഡാക്കിലും വളരെ നന്നായിട്ട് അത് പ്രതിഫലിച്ചു. സോ അതിൻ്റെ ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പാസ് ചെയ്ത് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ ഇപ്പോൾ മാർക്കറ്റ് കാണിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത് പറഞ്ഞാൽ 25,900 മേളിലുള്ള ഒരു നമ്പറാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചാർട്ടിലേക്ക് കിടക്കാം. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ നിഫ്റ്റിക്ക് ആക്ച്വലി സപ്പോർട്ടിന്റെ തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നു അല്ലെ മാർക്കറ്റ്. ഈ ഒരു താഴ്ചയിലേക്ക് നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ആക്ച്വലി ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യാൻ, അതായത് ഈ ഒരു 3 കാൻഡിൽ പാറ്റേണിലാണ് വീക്ക് ആയത്. സോ ഈ ഒരു 3 കാൻഡിൽ പാറ്റേണിന്റെ തൊട്ടടുത്ത് വരികയും ഇനി അതിൽ നിന്ന് ബുള്ളിഷ്നെസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരുപാട് കാലമായിട്ട് ഈ ഒരു ഏരിയയിൽ വന്ന് ഇങ്ങനെ ഒരു എടുത്ത് പോവുകയാണ്. പക്ഷെ ഇത് ഫൈനലി നോക്കിയാൽ ഇതൊരു സിമെട്രിക് ട്രയാങ്കിൾ ആണ്. ഒന്നുകിൽ ഇതിന്റെ ലോ ബ്രേക്ക് ആണ്, ഇതൊരു അപ് ട്രെൻഡ് ചാനലാണ്. ഈ ചാനലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീക്കായി പോകണം എന്നുള്ളതാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് ആ ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ ഒരു ബൈയിങ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇത്രയും മാർക്കറ്റിന് താഴെ കൊണ്ടുവന്ന ആൾക്കാർ ഇന്നും അവൈലബിൾ തന്നെയാണ്. അപ്പോൾ അവരുടെ തീരുമാനത്തിൽ മാറ്റമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സെല്ലിംഗ് നടത്തി വീണ്ടും അവർ ഈ ഒരു ലെവലിലേക്ക് തിരിച്ച് കൊണ്ടുവരും. സോ അത് മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് ഒരു CEO PO പോകരുത്. അവസാനത്തെ കുറച്ച് സമയമായിട്ട് ബയറിന്റെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് കൺഫേം അല്ല എന്നുള്ളതാണ്. ഇത് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡലിന്റെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ചെറിയൊരു ബയറിന്റെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇത്രയും താഴെ കൊണ്ടുവന്ന സെല്ലർ ഇതുവരെ മാർക്കറ്റിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളൊരു കാൽക്കുലേഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ ഒരു നല്ലൊരു ടഗ് ഓഫ് വാർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. ട്രെൻഡ് ചിലപ്പോൾ ഈ ഒരു ലെവലിന് മേളിലേക്ക് പോയാൽ ബയ്യർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് മാർക്കറ്റിൽ കുറച്ചുകൂടെ എൻട്രി ചെയ്യും എന്ന് തോന്നുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു നെഗറ്റീവ് ഏരിയയിലേക്ക് വന്ന് വീണ്ടും 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 വന്ന് ഇത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ സെല്ലറിന്റെ ഏരിയ ഞാൻ അവിടെ പറഞ്ഞു, 880 താഴോട്ട് വന്നു കഴിഞ്ഞാൽ 840, ഇല്ലെങ്കിൽ 800 താഴേക്ക് പോയാൽ ഇത് അങ്ങ് താഴേക്ക് വീണ്ടും പോവും. ഇത് ഒരു വലിയൊരു വീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇത് ഓൾമോസ്റ്റ് 25,500 ഇല്ലെങ്കിൽ 25,240 താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കറക്റ്റ് ആ ഒരു സമയത്ത് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് അതിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറിയാണ്. ഒരു ആശ്വാസത്തിന് അതവിടെ ദൂരേക്ക് മാറിയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് അവിടെ ഇതൊരു ആശ്വാസം തന്നുകൊണ്ട് ഇതൊരു ഡബിൾ ബോട്ടം ആയിട്ട് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് മേളിലേക്ക് പോയാൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന്, ഇതൊരു ഡബിൾ ബോട്ടമാണ്, ഈ ഡബിൾ ബോട്ടത്തിൽ നിന്ന് പതുക്കെ പതുക്കെ തിരിച്ച് കയറി വന്ന് നമ്മൾ 26,000 മേളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ചെയ്ത് ഈ ഒരു ട്രെൻഡിന്റെ കൂടെ, ഇതൊരു വലിയൊരു അപ് ട്രെൻഡ് ചാനലാണ്, അപ്പോൾ തിരിച്ച് വീണ്ടും ഈ ഒരു ചാനലിന്റെ കൂടെ തിരിച്ച് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് എൻ്റെ പേഴ്സണൽ കാൽക്കുലേഷൻ. ഞാൻ ഇച്ചിരി ലാർജ് ടൈം ഫ്രെയിം ഇട്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ യഥാർത്ഥ ഡേറ്റ കിട്ടുന്നത് ആ ഒരു ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേരാണെങ്കിലും അവർക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. സോ ഇതാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ 3 ട്രേഡിംഗ് പ്ലാൻ സാധാരണയായിട്ട് ഒരു ദിവസം ഷെയർ ചെയ്യാറുണ്ട്. ആ ലെവൽസിൽ ചിലപ്പോൾ 5 ട്രേഡ് വരെ വരാറുണ്ട്. ഞാൻ ചിലപ്പോൾ 1-2 ട്രേഡ് ആയിരിക്കും എടുക്കുക. മുന്നേ കുറച്ച് കാലത്തിന് മുന്നേ ആണെങ്കിൽ അവിടെ 3 ട്രേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ 5 ട്രേഡ് എടുക്കുന്ന ഒരു സ്കാൽപ്പറാണ്. അപ്പോൾ ഇന്ന് അത്രയും ഞാൻ സ്കാൽപ്പ് ചെയ്യാറില്ല. പകരം അതിൽ 2 ട്രേഡ് മാക്സിമം ഞാൻ എടുക്കാറുള്ളൂ. എന്നാൽ അതിൽ നമ്മുടെ അനാലിസിസ് നല്ലതായതുകൊണ്ടും വലിയ റിസ്ക് ഇല്ലാത്ത ഒരു ട്രേഡ് ആയതുകൊണ്ടും അവിടെ പലപ്പോഴും എല്ലാവരും പ്രോഫിറ്റിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും പോകരുത്. SL വെച്ചിട്ട് നിങ്ങളുടെ അനാലിസിസ്, ഇത് നിങ്ങൾക്ക് അനാലിസിസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ തന്നെ പോവുക. ഇതൊരു ബൈ സെയിൽ റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ,
അടുത്തത് ഒരു ഇൻസൈറ്റ് തരുന്നു എന്നുള്ളത് മാത്രമാണ്. അത്രയും അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു അനാലിസിസ് പറയുന്നു. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് എടുക്കാൻ പറ്റുന്നോ അത് എടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മാർക്കറ്റിന് രണ്ട് ഡയറക്ഷനും അവിടെ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അടുത്ത രണ്ടാമത് നമ്മൾ സ്ഥിരം പറയുന്ന ക്രൂഡ് ഓയിൽ ഇപ്പൊ ഈ ചാർട്ട് കണ്ടാൽ അറിയാം ഇതൊരു സിമെട്രിക് ട്രയാങ്കിളിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു വീക്ക്നെസിന്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ ഗ്രൂപ്പിൽ ട്രേഡ് ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് ഗ്രൂപ്പിനകത്തുള്ളവർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് താഴെ വന്നു റീടെസ്റ്റ് ചെയ്തു. 5148 താഴെ റീടെസ്റ്റ് ചെയ്ത് ഇത് താഴേക്ക് പോയിട്ടുണ്ട്. സോ ഇതൊരു സിമെട്രിക് ട്രയാങ്കിൾ ആണ്. വെയിറ്റ് ചെയ്യുക, ഇതിനകത്ത് ഒരു ട്രേഡും ഇല്ല. അപ്പോൾ അടുത്ത ലെവൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ലെവലിൽ ഞാൻ കൃത്യമായിട്ട് വരയ്ക്കുന്നില്ല, നിങ്ങളൊന്ന് ചാർട്ട് നോക്കി വെക്കുക. ഈ രണ്ട് ലെവൽസ് ഇനി ഇതിന്റെ താഴേക്ക് ഒരു 48 കറക്റ്റ് നമ്പേഴ്സ് അല്ല, ഞാനത് അപ്ഡേറ്റ് ചെയ്തോളാം. ഈ ഒരു ലെവൽസ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ്ലി വർക്ക് ചെയ്യാനുള്ള സാധ്യത. ഈ ഒരു ഏരിയാസ് ആണ് കണ്ടിട്ട് ഗുഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. 5000 അതിന്റെ താഴേക്ക് ഒരു 64 കിടപ്പുണ്ട്. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ലെവൽസ് എന്ന് പറയുക. ഇതിന്റെ മാർക്കറ്റിന്റെ മീഡിയൻ ലൈൻ ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചിട്ടിരിക്കാം 5084 എന്ന് പറയുന്നത് ഇന്നലെ ഫുള്ള് ട്രേഡ് ചെയ്ത് 5084 ചുറ്റുവട്ടത്തായിരുന്നു. സോ അതിനെ മാർക്കറ്റിന്റെ മീഡിയൻ ലൈനായിട്ട് എടുക്കുക. സോ ഇതിന് ഉള്ളിൽ ഏതൊരു ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു SL വെച്ചിട്ട് നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാന്നുള്ളതാണ്. അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് തരുന്ന നാച്ചുറൽ ഗ്യാസ്. യെസ്, വളരെ മനോഹരമായി ഗ്രൂപ്പിനകത്ത് കുറേ പേർക്ക് നല്ല ട്രേഡ്സ് കൊടുക്കുന്നുണ്ട്. ഇന്നലെ മാർക്കറ്റിൽ ഇത് ഇന്നലത്തെ ട്രേഡ് അല്ല ഞാൻ പറയുന്നത്, ഇന്നലെ പോയിരുന്ന ഏരിയ. അപ്പോൾ മാർക്കറ്റ് സപ്പോർട്ടിൽ നിന്ന് നല്ലൊരു ബൗൺസ് കിട്ടി. ഇത് കാണുന്നുണ്ടോ? ചാർട്ടൊക്കെ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു ബോക്സിൽ വന്നപ്പോഴേക്കും 384 അടുത്തെത്തിയപ്പോഴേക്കും അതിൽ സെല്ലിംഗ് പ്രഷറിന്റെ ഞാൻ അവിടെ പറഞ്ഞിരുന്നു. മാർക്കറ്റിൽ 384 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. കഴിഞ്ഞ ഒരുപാട് കാലത്തിന് മുന്നേയും നാച്ചുറൽ ഗ്യാസ് ഞാൻ അന്ന് ലൈവ് ട്രേഡർ ആയിരുന്നു. അന്ന് അതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രേഡ് കിട്ടുന്ന 384 ബ്രേക്ക് ചെയ്ത് കയറിയാൽ 396 400 റേഞ്ച് ടാർഗറ്റ് കിട്ടുമായിരുന്നു. താഴേക്ക് ഒരു 370 72 താഴേക്കൊക്കെ അതിന് പോവും. 60 64 അതിന്റെ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അത് തന്നെ ഇന്നും റിപ്പീറ്റ് ചെയ്യുന്നു. എത്രയോ വർഷത്തിന് മുന്നിലുള്ള ട്രേഡ്സ്. വർഷം എന്ന് പറഞ്ഞാൽ അത്ര ഒരുപാട് ദൂരം പോയിട്ടില്ല. നാച്ചുറൽ ഗ്യാസ് അത്രയും ഏരിയയിൽ ഉണ്ട്. ഐ തിങ്ക് ഒരുപാട് കാലത്തിന് മുന്നേ തൊട്ട് ഇതിന്റെ ഏരിയ ഈ കാണുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിലെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിലേക്ക് പോയത് ഈ ഒരു ഏരിയ. ഇതിനുശേഷം ഇത് മാർക്കറ്റ് കയറുകയും ചെയ്തു, 200 താഴെ പോവുകയും ചെയ്തു. സോ ഇത് കയറിയതിനു ശേഷം പിന്നെ അതൊരു ഭയങ്കര കയറ്റമായിരുന്നു. തിരിച്ച് അതുപോലെ ഇറങ്ങിയപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഒരു ഇറക്കമായിരുന്നു. സോ ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ട്രേഡിങ് കംപ്ലീറ്റ്ലി, അതായത് ക്രൂഡ് ഓയിലിന്റെ നാച്ചുറൽ ഗ്യാസിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹൈ മൊമെന്റത്തിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഒരു ട്രേഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. ഇത് ട്രേഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ ട്രേഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇതൊക്കെ ട്രേഡ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ഹൈ അഗ്രസീവ് മൊമെന്റം എന്ന് പറയുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പാടായിരുന്നു. അപ്പോൾ ആ ഒരു ടഫ് സിറ്റുവേഷൻ വന്നപ്പോഴേക്കും അതിന് പകരം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയി. അപ്പൊ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പാടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ അനാലിസിസ് മാറ്റി അടുത്ത ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റിലേക്ക് പോവുക. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നല്ല ട്രേഡിംഗ് ഏരിയാസ് ആണ്. ഈ ഒരു ക്യാൻഡിൽ ഒഴികെ ബാക്കിയെല്ലാം നല്ല ട്രേഡിംഗ് ഏരിയാസ് ആണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു ഫോൾ ഉണ്ട്, അത് ഇച്ചിരി കൂടുതൽ. ഇത് വീക്കാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ ഡേ ടൈം ഫ്രെയിമിലും ട്രേഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഒരു ഏരിയ നമ്മൾ വിട്ടിട്ട് പോകുന്നത്. അതിന് പകരം ക്രൂഡ് ഓയിൽ അവിടെ നല്ല ട്രേഡ്സ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്രൂഡ് ഓയിൽ ട്രേഡർ ആയിട്ട് മാറി. സോ ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ട്രേഡ് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലാത്ത ഇൻസ്ട്രുമെന്റിനെ താൽക്കാലികമായി മാറ്റി വയ്ക്കുക. ആ സ്ട്രാറ്റജി പ്രൈസ് ആക്ഷൻ തന്നെ കൊണ്ടുവന്ന് അടുത്ത ഇൻസ്ട്രുമെന്റിലേക്ക് ഇടുക. അവിടെ നമുക്ക് എഡ്ജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ നിഫ്റ്റിയിലേക്ക് പോയി, പിന്നീട് നാച്ചുറൽ ഗ്യാസിലേക്ക് പോയി, ക്രൂഡ് ഓയിലിലേക്ക് വന്നു, വീണ്ടും സെൻസെക്സിലേക്ക് വന്നു. അങ്ങനെ 5-6 ഇൻസ്ട്രുമെന്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഏതിൽ കണ്ടു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ലെവൽസ് മനസ്സിലാകുന്നുണ്ട്. സോ ഇതൊരു ഈസി പ്രോസസ് അല്ല, പക്ഷെ അതൊരു ടഫ് ആയിട്ടുള്ള ഒരു പരിപാടിയോ അല്ല. ഭയങ്കര ടഫ് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടഫാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഈസി മണി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്കുള്ളതല്ല. പക്ഷെ ഇത് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് റിട്ടേൺ വരാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടാവും. കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കാര്യം മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അനാലിസിസ്. നാച്ചുറൽ ഗ്യാസിന്റെ ചാർട്ട് എന്ന് പറയുന്നത് ഞാനവിടെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്.
സോ അതിന്റെ പറയുന്നത് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. ഈ ലെവലിൽ നിന്ന് പലപ്പോഴും സെല്ലിംഗ് വരുന്നുണ്ട്. 384 നിന്ന് ഇന്നലെയും ഒരു സെല്ലിംഗ് വന്നിരുന്നു. അത് ട്രേഡ് ചെയ്ത ഒരു വ്യക്തിക്ക് നല്ല ലാഭം കിട്ടും. 2-3 ലെവൽസ് ഈ ഗ്രൂപ്പിൽ ഞാൻ ഇത് സ്ഥിരമായിട്ട് ഷെയർ ചെയ്യുന്ന ചാർട്ടാണ്. അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രേഡ് അതിൽ നിന്ന് ക്യാച്ച് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ എനിക്ക് അവിടെ പറയാനുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ലെവൽസ്. ഇതിന്റെ ലോവർ സൈഡ് ഇത് ഇവിടെ നമുക്ക് വാച്ച് ചെയ്ത് വെക്കാം. സോ ഈ താഴേക്കുള്ള ലെവൽസ് ഇതും മേളിലേക്കുള്ള ലെവൽസ് ഈ ലെവൽസ് ആയിട്ട് നോക്കാം. ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യുക, അഫ്സലിനെ ടാഗ് ചെയ്യുക. ആക്റ്റീവിൽ നിൽക്കുന്ന 2 പേര് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അതിന്റെ റിപ്ലൈ ഇടുന്നുണ്ടാവും. സോ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നിന്ന് നോക്കേണ്ടത് ഇൻഫോസിസ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇൻഫോസിസ് പറയുന്നുണ്ട്. 1580 ഒരു 2 ദിവസത്തിന് മുന്നേ 3 ദിവസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇൻട്രാഡേക്ക് വാച്ച് ചെയ്യേണ്ട സ്റ്റോക്ക് ഒന്ന് ഇൻഫോസിസ്, രണ്ടാമത്തെ SBI. ഞാൻ ആ പറയുമ്പോൾ 957 ഇന്ന് 20 പോയിന്റ് കയറിയിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് 30 പോയിന്റ് കയറിയിട്ടുണ്ട്. ഇന്നും ഇൻഫോസിസിൽ നല്ല മൊമെന്റം കാണും. ഇൻട്രാഡേ ട്രേഡർ നന്നായിട്ട് വാച്ച് ചെയ്യുക. HDFC ബാങ്ക് വീക്കാണ്, അത് തുടരണ്ട. ബാക്കി ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI എന്ന സ്റ്റോക്ക് നോക്കാം, ഇൻഫോസിസ് നോക്കാം. ബാക്കി ഗ്രൂപ്പിനകത്ത് ഒരുപാട് മെസ്സേജസ് അഫ്സൽ ഇടുന്നുണ്ടാവും, ലൈവായിട്ട് ചാർട്ട് നോക്കുന്നുണ്ടാവും. ഞാൻ ഈ 7 സ്റ്റോക്കാണ് മാർക്കറ്റ് മൂവറായിട്ട് ഞാൻ നോക്കാറുള്ളത്. സോ ഇത്രയും മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ. നിഫ്റ്റിയുടെ അനാലിസിസ് ഞാൻ അവിടെ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്രൂഡ് ഓയിൽ ചെയ്തു, നാച്ചുറൽ ഗ്യാസ് ചെയ്തു. സോ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ്. കുറച്ച് വലുതായി പോയി, പക്ഷെ മാർക്കറ്റിൽ ഇത് അടുത്ത ആഴ്ചത്തേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ തന്നെയാണ്. സോ നിർത്തുന്നു. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.